നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മറ്റേത് സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ പ്രവർത്തകരെക്കാൾ ജനങ്ങളോട് അത്രമേൽ ഇടപഴകി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയക്കാരനാണ് കേരളത്തിലുള്ളത്. പലപ്പോഴും ആ രാഷ്ട്രീയക്കാർ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്കടക്കം ഒരുപാട് പലപ്പോഴും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മേഖലകളിലൊക്കെ തന്നെ, അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിലൊക്കെ തന്നെ അവരുടെ ഒരു സഹായം അത് വളരെ വലുത് തന്നെയാണ്. ഒരാവശ്യം വന്നാൽ അവരെ നേരിട്ട് ബന്ധപ്പെടാൻ ജനങ്ങൾക്ക് സാധിക്കാറുമുണ്ട്. അത്തരത്തിൽ ജനകീയ വിഷയങ്ങളിൽ ഇടപെടുന്ന നേതാക്കളെ ജനങ്ങൾ ഹൃദയം കൊണ്ട് സ്നേഹിക്കുകയും ചെയ്യുന്നു. മുതിർന്ന കോൺഗ്രസ് നേതാവും ഹരിപ്പാട് MLAയുമായ രമേശ് ചെന്നിത്തലയെ പുകഴ്ത്തി ഒരു കുടുംബം എഴുതിയ സോഷ്യൽ മീഡിയ കുറിപ്പും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിന് ലഭിക്കുന്ന ഒരു അംഗീകാരമാണ്. ഭക്ഷ്യവിഷബാധയേറ്റു മരിച്ച യുവതിയുടെ മൃതദേഹം വിട്ടു നൽകാൻ കൊച്ചിയിലെ അമൃത ആശുപത്രി അധികൃതർ വിസമ്മതിച്ചപ്പോൾ അവിടെ ഇടപെടൽ നടത്തിയാണ് രമേശ് ചെന്നിത്തല ശ്രദ്ധ നേടിയത്. ബില്ല് ക്ലിയർ ചെയ്യാൻ രാത്രി തന്നെ ആശുപത്രി ആവശ്യപ്പെട്ടു. അല്ലാതെ മൃതദേഹം വിട്ടു നൽകില്ലെന്ന നിലപാടും സ്വീകരിച്ചതോടെയാണ് കുടുംബം ചെന്നിത്തലയെ വിളിച്ചത്. ഹരിപ്പാട് സ്വദേശിനിയായ ധന്യ ബിജുവാണ് മരിച്ചത്. സഹോദരിയുടെ മൃതദേഹം വിട്ടുകിട്ടാൻ തടസ്സം നേരിട്ടതിനെ കുറച്ച് സഹോദരി രമ്യ ദിനുവാണ് ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് പങ്കുവച്ചത്. അമൃത ആശുപത്രിയിലായിരുന്നു സംഭവം. കുടുംബത്തിന് ഇൻഷുറൻസും ഉണ്ടായിരുന്നു. ഈ ഇൻഷുറൻസ് ഡെസ്കിന്റെ പ്രവർത്തനം രാത്രി 8 മണിക്ക് ശേഷം ഇല്ലെന്ന് പറഞ്ഞാണ് ആശുപത്രി അധികൃതർ രാത്രിയിൽ തന്നെ 9 ലക്ഷം രൂപയോളം അടയ്ക്കുവാൻ ആവശ്യപ്പെട്ടത്. ഇൻഷുറൻസ് അപ്രൂവൽ ലഭിക്കുന്നതിന് മുൻപ് 4 ലക്ഷം രൂപയ്ക്ക് മുകളിൽ കുടുംബം അടച്ചിരുന്നു. പിന്നീട് അപ്രൂവൽ വന്നതിന് ശേഷമാണ് ചികിത്സ ഇൻഷുറൻസിലേക്ക് മാറ്റിയത്. പിന്നീട് പണവും അവർ ആവശ്യപ്പെട്ടിട്ടില്ല. ശരിക്കും ക്ലെയിം സെറ്റിൽ ചെയ്യുമ്പോൾ നിയമപ്രകാരം തങ്ങൾക്കാണ് പണം തിരികെ നൽകാനുള്ളത്. എന്നിട്ടും രാത്രിയിൽ തന്നെ 9 ലക്ഷം രൂപയോളം അടയ്ക്കുവാനാണ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ആവശ്യപ്പെട്ടത്. മൃതദേഹം വിട്ടുകിട്ടാത്ത അവസ്ഥ വന്നതോടെയാണ് കുടുംബം ചെന്നിത്തലയുടെ സഹായം തേടിയത്. ഏതായാലും അദ്ദേഹത്തിന്റെ ഇടപെടൽ ഏറെ ഞെട്ടിച്ചുവെന്നാണ് മരിച്ച യുവതിയുടെ സഹോദരി ഒരു ഫേസ്ബുക്ക് കുറിപ്പിൽ പങ്കുവച്ചിരിക്കുന്നത്. ആ കുറിപ്പ് വായിക്കാം. എന്റെ കൂടപ്പിറപ്പ് ധന്യ കഴിഞ്ഞ ദിവസം ഞങ്ങളെ വിട്ടുപിരിഞ്ഞു. ഞങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും ആദരവ് പ്രകടിപ്പിക്കുകയും ചെയ്ത മുഴുവൻ ആളുകൾക്കും എന്റെയും കുടുംബത്തിന്റെയും നന്ദി അറിയിക്കുന്നു. ധന്യയ്ക്ക് ഛർദിയും വയറിളക്കവുമായാണ് ഹോസ്പിറ്റലിൽ പോകുന്നത്. പുറത്തുനിന്നും ചില പാക്കേജ് ഫുഡ് കഴിച്ചിരുന്നു. അടുത്തുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ഡ്രിപ്പ് മരുന്നുകൾ നൽകി കുറവുണ്ടായെങ്കിലും അടുത്ത ദിവസം രാവിലെ നടത്തിയ രക്തപരിശോധനയിൽ ക്രിയാറ്റിന്റെ അളവ് 2.2 ചെറിയ മഞ്ഞപ്പിത്തം ഉള്ളതായും മനസ്സിലായി. ക്രിയാറ്റിൻ കൂടുതൽ കാണിച്ചതുകൊണ്ട് തന്നെ അവിടെയുള്ള ഡോക്ടറിന്റെ അനുവാദത്തോടെ ചികിത്സയ്ക്കായി കൊച്ചി അമൃത ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അമൃത തന്നെ തിരഞ്ഞെടുക്കാൻ കാരണം ഇൻഷുറൻസ് ഉണ്ട്, എല്ലാ സംവിധാനങ്ങളും ഉണ്ട് എന്ന കാരണത്താലും 2 ദിവസം അമൃതയിലെ കാഷ്വാലിറ്റി ICUവിലെ ചികിത്സയ്ക്ക് ശേഷം വാർഡിലേക്ക് മാറ്റി. അപ്പോഴേക്ക് ധന്യയുടെ ശാരീരിക അസ്വസ്ഥതകൾ കുറയുകയും സ്വന്തമായി എഴുന്നേറ്റ് വാഷ്റൂമിലടക്കം പോകുന്നുമുണ്ടായിരുന്നു. വാർഡിലേക്ക് മാറ്റി 2 ദിവസത്തിന് ശേഷം രാവിലെ ബ്രഷ് ചെയ്ത് ഭക്ഷണം കഴിഞ്ഞ് വിശ്രമിക്കുമ്പോൾ ചെറിയ ശ്വാസമുട്ടൽ അനുഭവപ്പെട്ടതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ രക്തത്തിലെ ഓക്സിജൻ ലെവൽ 84 ആണെന്ന് കണ്ടെത്തി. പെട്ടെന്ന് തന്നെ ഓക്സിജൻ സപ്പോർട്ട് നൽകി വൈകുന്നേരം CT സ്കാൻ ചെയ്തപ്പോൾ ലങ്സിൽ ഇൻഫെക്ഷൻ ഉള്ളതായി കണ്ടെത്തി. അടിയന്തരമായി വെന്റിലേറ്റർ സപ്പോർട്ട് കൊടുക്കണമെന്ന് ഡോക്ടർമാർ അറിയിച്ചു. ICUവിലേക്ക് മാറ്റി. പിന്നീട് നടത്തിയ കൂടുതൽ പരിശോധനയിൽ ധന്യയ്ക്ക് ARDS എന്ന അവസ്ഥയാണെന്നും ഡോക്ടർമാർ വിശദീകരിച്ചു. 6-ാം തീയതി രാവിലെ മുതൽ വെന്റിലേറ്റർ സപ്പോർട്ടിലായിരുന്നുവെങ്കിലും ധന്യയ്ക്ക് മരണപ്പെടുന്നതിന് 3 ദിവസം മുമ്പ് വരെ ബോധമുണ്ടായിരുന്നു. ഞങ്ങളുമായി എഴുതി കാണിച്ചും എക്സ്പ്രഷനിലൂടെയും നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമായിരുന്നു. അമൃതയിലെ ഡോക്ടർ ഷൈൻ സദാശിവന്റെ നേതൃത്വത്തിലുള്ള സംഘം അവസാന നിമിഷം വരെ പരമാവധി ആത്മാർത്ഥമായി ശ്രമിച്ചിരുന്നു. അത് ഞങ്ങൾക്ക് ബോധ്യമുള്ളതാണ്. ലഭ്യമായ ആന്റിബയോട്ടിക്കുകളെല്ലാം നൽകി പരിചരിച്ചിരുന്നു. ഇതിനിടയിൽ പലരുടെയും നിർദ്ദേശപ്രകാരം മാംസ്റ്റർ അടക്കമുള്ള മറ്റു ചില ആശുപത്രികളുമായി പരിചയത്തിലെ മറ്റു ഡോക്ടർമാരുമായി ഞങ്ങൾ ബന്ധപ്പെട്ടിരുന്നു. റിപ്പോർട്ടുകൾ നോക്കി അവരെല്ലാം പറഞ്ഞിരുന്നത് ARDS എന്ന ഈ അവസ്ഥയിൽ ചെയ്യാവുന്നതിൽ പരമാവധി കവറേജ് ഇപ്പോൾ അമൃതയിൽ നൽകുന്നുണ്ടെന്നും ഇതിനപ്പുറം ഒന്നും ചെയ്യാനില്ലെന്നുമാണ്. പിന്നീട് ഇൻഫെക്ഷൻ മറ്റുള്ള അവയവങ്ങളിലേക്ക് വ്യാപിച്ച് ഡയാലിസിസും ആരംഭിച്ചു. 26-ാം തീയതി വൈകുന്നേരം 7 മണിയായപ്പോൾ BP ലെവൽ താഴ്ന്നു. കാർഡിയാക് അറസ്റ്റിലേക്ക് പോയി. ഹോസ്പിറ്റലിലെ ഡോക്ടർമാരുടെ പെരുമാറ്റത്തിലും ചികിത്സയിലും ഞങ്ങൾ തൃപ്തരാണ്. ധന്യയ്ക്ക് ICICIയുടെ 11 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജ് ഉണ്ടായിരുന്നു. എന്നാൽ വൈകിട്ട് 7 മണിക്ക് മരണം സംഭവിച്ചു. ICUവിൽ നിന്ന് ബോഡി മോർച്ചറിയിലേക്ക് മാറ്റിയ ശേഷം 8:20 ബിൽ ക്ലിയറിംഗിനായി എന്റെ ഹസ്ബൻഡും ബന്ധുക്കളും കൗണ്ടറിൽ ചെന്നപ്പോൾ ഇൻഷുറൻസ് കൗണ്ടർ 8 മണി വരെ ഉള്ളൂവെന്നും ഇനി രാവിലെ 9 മണിക്ക് കൗണ്ടർ തുറക്കുകയുള്ളൂവെന്നും അതുവരെ വെയിറ്റ് ചെയ്യണമെന്നും പറഞ്ഞു. അല്ലാതെ ബോഡി വിട്ടു നൽകണമെങ്കിൽ ഫുൾ തുക ഇപ്പോൾ
ഞങ്ങൾ അടച്ച് പിന്നീട് റീഫണ്ട് ചെയ്ത് വാങ്ങാൻ പറഞ്ഞു. ഞങ്ങൾ ആകെ സങ്കടത്തിലായി. ഇൻഷുറൻസ് അപ്രൂവൽ ലഭിക്കുന്നതിന് മുമ്പ് 4 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഞങ്ങൾ അടച്ചിട്ടുണ്ട്. പിന്നീട് അപ്രൂവൽ വന്നതിന് ശേഷമാണ് ചികിത്സ ഇൻഷുറൻസിലേക്ക് മാറ്റിയത്. പിന്നീട് പണവും അവർ ആവശ്യപ്പെട്ടിട്ടില്ല. ശരിക്കും ക്ലെയിം സെറ്റിൽ ചെയ്യുമ്പോൾ നിയമപ്രകാരം ഞങ്ങൾക്കാണ് പണം തിരികെ നൽകാനുള്ളത്. എന്നിട്ടും രാത്രിയിൽ തന്നെ 9 ലക്ഷം രൂപയോളം അടയ്ക്കുവാനാണ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ആവശ്യപ്പെടുന്നത്. പലതരത്തിൽ അപേക്ഷിച്ചും വൈകാരികമായും ഒക്കെ അവിടെയുള്ളവരോടും PROയോടും പറഞ്ഞു നോക്കിയെങ്കിലും പണം അടയ്ക്കാതെ ബോഡി വിട്ടുതരില്ല എന്ന സമീപനമായിരുന്നു. 8:30 മണി മുതൽ 11 മണി വരെ ഫോണിൽ ഞങ്ങൾക്ക് ബന്ധപ്പെടാൻ കഴിയുന്നവരെയൊക്കെ ബന്ധപ്പെട്ട് നോക്കി. ഒരു ഗുണവും ഉണ്ടായില്ല. എല്ലാവരും പറഞ്ഞത് ഒന്നും ചെയ്യാൻ കഴിയില്ല, പണം അടയ്ക്കണമെന്നാണ്. അതേസമയം ഞങ്ങൾ പണം അടയ്ക്കാൻ ശ്രമിച്ചെങ്കിലും അത്രയും വലിയ തുക ഒറ്റയടിക്ക് പണമായോ അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയോ നൽകാൻ കഴിയുമായിരുന്നില്ല. പിറ്റേ ദിവസം ബാങ്ക് തുറക്കുക തന്നെ വേണം. ഒടുവിൽ അവസാന ശ്രമമായി ഞങ്ങൾ ഹരിപ്പാട് MLA ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല സാറിന്റെ ഫോണിലേക്ക് നേരിട്ട് വിളിച്ചു. ആ സമയമായിരുന്നിട്ടും ആദ്യ ബെല്ലിൽ തന്നെ അദ്ദേഹം ഫോൺ എടുത്തു കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. 5 മിനിറ്റിനുള്ളിൽ തിരികെ വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ വെച്ചു. രാത്രിയായതിനാലും ഇലക്ഷൻ തിരക്കുകളായതിനാലും ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ടായിരുന്നില്ല. പക്ഷേ കൃത്യം 6ാമത്തെ മിനിറ്റിൽ തിരിച്ച് അദ്ദേഹത്തിന്റെ കോൾ വന്നു. ഞാൻ സംസാരിച്ചിട്ടുണ്ട്, ബോഡി ഇപ്പോൾ വിട്ടുതരുമെന്ന് പറഞ്ഞു. നടന്ന് കൗണ്ടറിലെത്തിയ ഞങ്ങൾ ശരിക്കും ഞെട്ടിപ്പോയി. ബിൽ ക്ലിയർഡ് എന്നെഴുതിയ പേപ്പറാണ് ഞങ്ങൾക്ക് നേരെ നീട്ടുന്നത്. അപ്പോൾ തന്നെ ധന്യമായി ഞങ്ങൾക്ക് അവിടെ നിന്നും യാത്ര തിരിക്കാൻ സാധിച്ചു. അദ്ദേഹത്തെ സംബന്ധിച്ച് ചെയ്തു തന്നത് വളരെ ഒരു ചെറിയ കാര്യമായിരിക്കാം. പക്ഷെ ഞങ്ങളുടെ കുടുംബത്തെ സംബന്ധിച്ച് ഇതിനേക്കാൾ വലിയൊരു സഹായം ഇനി ആർക്കും ചെയ്തു തരാനാകില്ല. കാരണം അതായിരുന്നു ഞങ്ങളുടെ അപ്പോഴത്തെ സാഹചര്യം. പണം അക്കൗണ്ടിൽ ഉണ്ടായിരുന്നിട്ടും രാത്രിയായതിനാൽ തുക അടയ്ക്കാൻ പറ്റാത്ത അവസ്ഥ. അദ്ദേഹത്തിന്റെ ഒറ്റ വിളിയിൽ ബോഡി വിട്ടുകിട്ടി. ഇങ്ങനെ ഒരു അവസരത്തിൽ സഹായിച്ചതിന് ഞങ്ങളുടെ കുടുംബത്തിനെ രമേശ് ചെന്നിത്തല സാറിനോടുള്ള നന്ദി അറിയിക്കുന്നു. ഞങ്ങൾ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരായിരുന്നിട്ടും ഞങ്ങൾക്ക് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമില്ലാതിരുന്നിട്ടും അടിയന്തരമായി ഞങ്ങളെ സഹായിച്ചു. ഈ ഒരു അവസരത്തിൽ ഇത് പറഞ്ഞില്ല എങ്കിൽ അത് നന്ദികേടായി പോകും. രമേശ് ചെന്നിത്തല ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പോസ്റ്റ് അവസാനിക്കുന്നത്. ഏതായാലും വളരെ വികാരനിർഭരമായിട്ടുള്ളൊരു നിമിഷത്തിലൂടെ ആ വീട്ടുകാർ കടന്നു പോകുമ്പോഴും അദ്ദേഹം ഒറ്റ കോളിൽ തന്നെ ആ കുടുംബത്തിന്റെ ഫോൺ എടുക്കുകയും കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് ഉടനടി തന്നെ പരിഹാരം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ആ കുടുംബം അദ്ദേഹത്തോട് എന്നും കടപ്പെട്ടിരിക്കുമെന്ന് തന്നെയാണ് ആ പോസ്റ്റിൽ അറിയിച്ചിരിക്കുന്നത്. നമ്മൾ പലപ്പോഴും ദൈവത്തിൽ വിശ്വസിക്കുന്നവർ പലപ്പോഴും പറയും, ചില സാഹചര്യങ്ങൾ നമ്മൾ അത്രയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സാഹചര്യങ്ങൾ മനുഷ്യന്റെ രൂപത്തിൽ തന്നെയാണ് ദൈവം നമുക്കൊക്കെ മുൻപിൽ പ്രത്യക്ഷപ്പെടുക എന്നുള്ളത്. ഇവിടെയും ആ കുടുംബം പറഞ്ഞു വെക്കുന്നത് തന്നെയാണ്. അത്തരത്തിലൊരു സാഹചര്യത്തിൽ അദ്ദേഹം തന്നെയാണ് ഇടപെട്ടതുകൊണ്ടാണ് ആ കുടുംബത്തിന് ആ യുവതിയുടെ മൃതദേഹം അപ്പോൾ തന്നെ വിട്ടുകിട്ടാനുള്ള സാധ്യത ഉണ്ടായത്. ഏതായാലും നന്ദി അറിയിച്ചുകൊണ്ടാണ് ആ പോസ്റ്റ് നിരവധി ആളുകളാണ് ഷെയർ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല രമേശ് ചെന്നിത്തലയുടെ ഈ ഒരു ഇടപെടൽ അദ്ദേഹത്തെ ഒരുപാട് ആളുകൾ നന്ദി അറിയിച്ചുകൊണ്ട് പോസ്റ്റിന് താഴെയും കമന്റുകൾ പങ്കുവെക്കുന്നുണ്ട്.